1 ലക്ഷത്തിന് പുറത്ത് ജനമായിരിക്കും ഇവിടെ, തിങ്ങിത്തെറിയും. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് വരും. കാരണം വെച്ചാൽ രാഹുൽ ഗാന്ധി പോയതാണ്, വിജയ് സാറ് ക്ഷണിച്ചപ്പോൾ പോയി അവിടെ വേദിയിലിരുന്ന് സത്യപ്രതിജ്ഞ കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വേദിയിൽ ഉണ്ടാവും. നമസ്കാരം. 10 വർഷത്തിന് ശേഷമാണ് UDF അധികാരത്തിലേറുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷത്തോടു കൂടിയാണ് നാളത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ വലിയ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. നാളത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് വലിയ ആഘോഷമായി നടത്താൻ തന്നെയാണ് നിലവിലിപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ പന്തൽ ഒരുക്കിയിരിക്കുന്നു. ഈ സെൻട്രൽ സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ തന്നെ പെട്ടെന്ന് ചളിവിളിയാകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ഉച്ചയാകുമ്പോഴേക്കും ഈ ഒരു പന്തലിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നിലവിലുള്ള നിർദ്ദേശം. നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആഘോഷമായാണ് ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ നിലവിലിപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നത്. ഈ പന്തലിൻ്റെ ഈ വലിയ പന്തലിൻ്റെ ഒരു വശത്ത് നമുക്ക് കാണുവാൻ സാധിക്കും നിരവധി പോലീസ് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ ഡോഗ് സ്ക്വാഡിൻ്റെ വളരെ സുരക്ഷയെ മുൻനിർത്തിയുള്ള പരിശോധനകളെല്ലാം തന്നെ നിലവിലിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആരൊക്കെ എത്തും എന്നുള്ള ചോദ്യവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി വിജയ് വരും എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ കർണാടക മുഖ്യമന്ത്രി, മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഇവിടെ നാളത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തിച്ചേരും എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇത്തരത്തിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തന്നെ വിളിച്ചിരുന്നു. നാളത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട്, വരുമെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിരവധി നേതാക്കളും അതുകൂടാതെ UDFൻ്റെ പ്രവർത്തകരും നാളത്തെ ഈ ചടങ്ങിൽ എത്തിച്ചേരും എന്ന് ഉറപ്പ് തന്നെയാണ്. UDF കരുതുന്നത് ഏകദേശം 1 ലക്ഷം പേരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ ആഘോഷപരമായ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തണം എന്നുള്ളതാണ്. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ഒരു കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ഏകദേശം 30,000 പേരൊക്കെ അത്രയും ആൾക്കാരെയൊക്കെ ഇതിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന നടപടിക്രമങ്ങളാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാക്സിമം 1 ലാഖാണ് പറഞ്ഞത്. 1 ലാഖിന് പുറത്തായിരിക്കും. 1 ലക്ഷത്തിന് പുറത്ത് ജനമായിരിക്കും ഇവിടെ, തിങ്ങിത്തെറിയും. എല്ലാ ഭാഗത്തു നിന്നും ഈ 14 ജില്ലയിൽ നിന്നും 10,000, ഓരോ ജില്ലയിൽ നിന്നും 10,000 കണക്കിന് ആൾക്കാർ ഇവിടെ എത്താൻ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ 10 വർഷം ശേഷമാണ്. ജനങ്ങൾ UDFനെ സ്നേഹിക്കുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് 1 ലക്ഷത്തിന് കവിയാനാണ്, കൂടുതലല്ലാതെ ഒരിക്കലും കമ്മിയായില്ല. എന്ത് മഴയോ എന്ത് കൊടുങ്കാറ്റ് വന്നാലും ഇവിടെ അന്തസ്സായിട്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് വളരെ ഭംഗിയായി നടക്കും, ഉറപ്പാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും വിജയ് സാർക്ക് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ പറയുമായിരുന്നു. പക്ഷെ വരാനാണ് 99.3% സാധ്യത. വരും, ഉറപ്പായിട്ട് വരും. കാരണം വെച്ചാൽ രാഹുൽ ഗാന്ധി പോയതാണ്, വിജയ് സാറ് ക്ഷണിച്ചപ്പോൾ പോയി അവിടെ വേദിയിലിരുന്ന് സത്യപ്രതിജ്ഞ കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വേദിയിൽ ഉണ്ടാവുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ട് അപ്പുറത്തായി നമുക്ക് കാണുവാൻ സാധിക്കും വലിയ LED വാൾ ഉൾപ്പെടെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ സിസ്റ്റങ്ങളുമെല്ലാം തന്നെ നമുക്ക് ഈ വലിയ പന്തലിൻ്റെ തൊട്ട് സൈഡിലായി ഒരു ചെറിയ പന്തൽ കൂടി കാണാം. അതുകൂടാതെ ഇതിന് ചുറ്റും ജനങ്ങൾക്കിരിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് രാവിലെ മുതൽ ചെറിയ രീതിയിലുള്ള മഴ തലസ്ഥാനത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഉച്ചയോടുകൂടി ഈ പന്തലിൻ്റെ പണിയെല്ലാം തന്നെ, ഇവിടുത്തെ വർക്കുകളെല്ലാം തന്നെ തീർക്കണമെന്നുള്ള നിർദ്ദേശവും നിലവിലിപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ
പണിക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു ആകാംക്ഷ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇവിടെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് വരുമോ എന്നുള്ളതാണ്. അങ്ങനെ വിജയ് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ വലിയൊരു ജനപ്രവാഹം തന്നെയായിരിക്കും ഇവിടെ അനുഭവപ്പെടുക. അതുകൂടാതെ നാളെ രാവിലെ 10 മണിക്കാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിക്കാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 7 മണി മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ നിലവിലിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ട്രാഫിക് വിഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കായി പാർക്കിംഗ് കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയയിൽ ഗതാഗത തടസ്സം ഉണ്ടാകാത്ത വിധം പാർക്ക് ചെയ്യേണ്ടതാണ്. പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങളാണിത്. അനധികൃതമായും ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വിധവും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതുമാണ്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ്. ട്രാഫിക് ക്രമീകരണങ്ങളുടെ വിവരങ്ങൾ ഇങ്ങനെയാണ് പോലീസ് അധികാരികൾ നിലവിലിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ആഘോഷമായി തന്നെയാണ് UDF സർക്കാർ അധികാരമേൽക്കുന്ന നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. 10 വർഷത്തിന് ശേഷമാണ് UDF അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവേശവും ആഹ്ലാദവും ആഘോഷത്തിന് യാതൊരുവിധ കുറവും ഇല്ല എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.